തുടർഭരണം കിട്ടിയതോടെ 2021 മുതൽ LDF നേതാക്കളെല്ലാം സ്വപ്നലോകത്തായിരുന്നു. എന്ത് അഴിമതി കാണിച്ചാലും കുഴപ്പമില്ല, അതിനേക്കാളും വലിയ അഴിമതി രാജാവാണ് മുഖ്യമന്ത്രിയായി ഭരിക്കുന്നത് എന്നൊരു ധൈര്യം അവർക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പിണറായി യുഗം ഒരു ദിവസം അവസാനിക്കുമെന്നൊരു ബോധ്യമുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഒട്ടുമിക്ക വകുപ്പുകളിലും അഴിമതി തന്നെയാണ് പ്രധാനം. പുനരന്വേഷണം വന്നാൽ ഏത് മന്ത്രിയാകും ആദ്യം കുടുങ്ങുക എന്നൊരു സംശയം മാത്രമേ ജനങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഏതായാലും അതിനും ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നു. ആ ഭാഗ്യം ജലസേചന മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിനാണ് കിട്ടിയത്. അതായത് കോളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരെ ഉയർന്നു വന്ന അഴിമതി, അതുപോലെ ടെൻഡർ നടപടികളിലെ വലിയ വീഴ്ച എന്നീ പരാതികളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ബേബി ജോസഫ് വണ്ടാനിയാണ് പരാതി നൽകിയത്. ഈ പദ്ധതിയിൽ സർക്കാരിന് നഷ്ടവും സ്വകാര്യ ഏജൻസിക്ക് വൻ ലാഭവും ലഭിക്കുന്ന രീതിയിലാണ് ടെൻഡർ നടത്തിയിരിക്കുന്നത്. അതുപോലെ 30 വർഷത്തേക്ക് ജലാശയവും തീരങ്ങളുമെല്ലാം ആ സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയെന്നും വ്യക്തമാവുകയാണ്. എല്ലാ പ്രാഥമിക നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മന്ത്രി ഇതിൽ ഇടപെട്ടത്. ഇത്രയും വലിയൊരു പദ്ധതിയിൽ ഒരു കമ്പനി മാത്രം ടെൻഡറിൽ പങ്കെടുക്കുകയാണ്, അത് മന്ത്രിയുടെ താൽപ്പര്യപ്രകാരം മാത്രം. അങ്ങനെ ഒരു കമ്പനി മാത്രം പങ്കെടുത്ത ടെൻഡറിൽ റീടെൻഡർ നടത്താതെ അതേ കമ്പനിക്ക് കരാർ ഉറപ്പിച്ചതായും മലങ്കര ഡാം കൂടാതെ പാലക്കാട്ടെ കാഞ്ഞിരപ്പുഴ, എറണാകുളത്തെ ഭൂതത്താൻകെട്ട്, അതുപോലെ ഇടുക്കിയിലെ തന്നെ ചെറുതോണി ഡാം എന്നിവിടങ്ങളിലും സമാനമായ പദ്ധതികൾക്ക് ഇതേ കമ്പനികൾക്ക് കരാർ ലഭിച്ചതായും തെളിഞ്ഞു വരികയാണ്. എന്നാൽ ഈ പദ്ധതിക്ക് സർക്കാരിന് യാതൊരു ചെലവുമില്ല എന്നുള്ള വാദം പറഞ്ഞുകൊണ്ട് സ്വകാര്യ കമ്പനിക്ക് നിർമ്മാണം വഹിക്കുന്നതിനും അവരുടെ ആ അപ്രമാദിത്വത്തിൽ കൊള്ളലാഭമുണ്ടാക്കാനും വേണ്ടി ഇടം നൽകിയത് ഏറ്റവും വലിയ സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്നിവിടെ ഉറപ്പിക്കുകയാണ്. ഈ വലിയ അഴിമതിയിൽ റോഷി അഗസ്റ്റിൻ ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകളാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സർക്കാരിന് വലിയ നഷ്ടവും സ്വകാര്യ ഏജൻസിക്ക് കൊള്ളലാഭവും ലഭിക്കത്തക്ക രീതിയിൽ ടെൻഡർ നടപടികൾ അംഗീകരിച്ചതായി പരാതിയിൽ പറയുന്നു. അത് കണ്ടെത്തുകയും ചെയ്യുകയാണ് വിജിലൻസ്. ലാഭത്തിൻ്റെ വെറും 3.5% മാത്രം സർക്കാരിന് നൽകിക്കൊണ്ട് ബാക്കി വരുന്ന 96% ലാഭവും ഈ സ്വകാര്യ കമ്പനിക്ക് കിട്ടത്തക്ക വിധമാണ് 30 വർഷത്തേക്ക് ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ടെൻഡറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആരെയും അറിയിക്കാതെയും പേരിന് ഏതോ ഒരു കുട്ടിപ്പത്രത്തിൽ മാത്രം പരസ്യം നൽകുകയും ചെയ്തിട്ട് അതുവഴി തൻ്റെ ഇഷ്ടക്കാരനിലേക്ക് ടെൻഡർ എത്തിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയ്തത്. ടെൻഡറിന് ഒരാൾ മാത്രമെന്ന് വരുമ്പോൾ സാധാരണ പാലിക്കാറുള്ള നിയമപ്രകാരം മറ്റൊരു ടെൻഡർ വിളിക്കുക എന്നുള്ളതാണ് നിയമം. അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് റോഷി അഗസ്റ്റിൻ കരാർ ഉറപ്പിച്ചതും തൻ്റെ ഇഷ്ടക്കാരനായ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ളൊരു കമ്പനിക്ക് നൽകിയതും. ഇതിനപ്പുറം അഴിമതിയും സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും വേറെയില്ല. അതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം എല്ലാവരും അറിയേണ്ടത് കേരള കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ചും കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കുറിച്ചുമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം എങ്ങനെ തകർന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തകരും വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, ഇനി ഭരണമല്ല എന്ത് ലഭിച്ചാലും നമ്മുടെ പ്രവർത്തകരെല്ലാം തന്നെ പഴയ UDFകാരാണ്, അതുമാത്രമാണ് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കെങ്കിലും UDFിലേക്ക് തിരിച്ചു മാറിയില്ല എങ്കിൽ കേരള കോൺഗ്രസ് എന്ന പാർട്ടി തകർന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാകും എന്നുള്ള കാര്യം പ്രവർത്തകരെല്ലാം ഓർമ്മിപ്പിച്ചതാണ്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചതും. അതുപ്രകാരം UDFിലേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പും ജോസ് കെ മാണി നടത്തുകയും ചെയ്തു. എന്നാൽ അതിന് തുരങ്കം വച്ചത് റോഷി അഗസ്റ്റിനായിരുന്നു. മതമേല അധ്യക്ഷന്മാർ ഇടപെട്ടിട്ടും UDFിലേക്ക് പോകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും അതിന് തയ്യാറാകാതെ റോഷി അഗസ്റ്റിൻ നിലപാടെടുത്തതിന് പിന്നിൽ ഈ വലിയ അഴിമതി കരാറായിരുന്നു. മന്ത്രി വാസവൻ ഈ കരാറിൻ്റെ കടലാസ് എടുത്തു കാണിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന മാണി ഗ്രൂപ്പ് നേതാക്കളെല്ലാം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവർ LDFിൽ പെട്ടു. ജോസ് കെ മാണി പോയാൽ പാർട്ടി പിളർത്തുമെന്ന റോഷി അഗസ്റ്റിൻ്റെ വാശിയിൽ മതമേധാവികളും കൈവിട്ടു. അങ്ങനെ UDFിൽ പോയി വിജയിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് തനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നും താൻ നടത്തിയ അഴിമതി എല്ലാം CPMകാരുടെ കയ്യിലടക്കമുണ്ട് എന്നുള്ളത് റോഷി അഗസ്റ്റിന് നന്നായി അറിയാമായിരുന്നു. അദ്ദേഹം കരുതിയില്ല ഭരണം മാറി അന്വേഷണം വരുമെന്നുള്ള കാര്യം. ഏതായാലും പ്രതികാര നടപടിയായിട്ടല്ല, മറിച്ച് മലയാളികളെ മുഴുവൻ വിഡ്ഢികളാക്കി 10 വർഷം അഴിഞ്ഞാടിയ
ഈ തട്ടിപ്പുകാരുടെ യഥാർത്ഥ മുഖം അത് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണിപ്പോൾ. ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ ആദ്യം നറുക്കു വീണത് മുൻമന്ത്രി റോഷി അഗസ്റ്റിന് എന്ന് മാത്രം.